നമുക്ക് പ്രധാനമായി ചിന്തിച്ചു വരുന്ന വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി തുടർമാനമായി യഹോവയായ ദൈവം ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത പെരുന്നാളുകൾ എന്ന വിഷയം പഠിച്ചു വരികയാണ്. 7 പെരുന്നാളുകളാണല്ലോ ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പിച്ചു കൊടുത്തത്. ആ 7 പെരുന്നാളുകളും അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളുമാണ് നമ്മൾ പഠിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4 പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ സവിസ്തരം പഠിച്ചു. ഇന്ന് നാം അതിന്റെ 5ാമത്തെ പെരുന്നാളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. 1ാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാൾ, 2ാമത്തെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 3ാമത്തെ പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ, 4ാമത്തെ പെരുന്നാൾ വാരോത്സവം അഥവാ പെന്തക്കോസ്ത് പെരുന്നാൾ. ഈ 4 പെരുന്നാളുകളും എന്താകുന്നുവെന്നും അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ എന്താകുന്നുവെന്നും ലേവ്യ പുസ്തകത്തിലെ അതിപ്രധാന അധ്യായമായ 23ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1ാമത്തെ പെരുന്നാളായ പെസഹ പെരുന്നാൾ അത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ് എന്ന് നാം പഠിച്ചു. കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്കതിന്റെ വാക്യം തെളിവായി കിട്ടുകയും ചെയ്യും. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. 1ാമത്തെ പെരുന്നാൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണെങ്കിൽ 2ാമത്തെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ യേശുക്രിസ്തുവിന്റെ അടക്കം, 3ാമത്തെ പെരുന്നാൾ ആദ്യഫല കറ്റയുടെ പെരുന്നാൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ് എന്ന് നാം പഠിച്ചു. 4ാമത്തെ പെരുന്നാൾ വാരോത്സവ പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പദത്തിനകത്ത് തന്നെ അർത്ഥം കിടപ്പുണ്ട്. ആദ്യഫല കറ്റയുടെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ 7 ശബത്ത് എണ്ണണം. ഒരു ശബത്ത് എന്ന് പറഞ്ഞാൽ 7 ദിവസമാണല്ലോ. 7 ശബത്ത് എന്ന് പറയുമ്പോൾ 7 ഗുണം 7 7 into 7 7 7s are 49. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. 49 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതിനാണ് 50ാം ദിവസം പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അതിന്റെയും ആത്മീയ പൊരുൾ നമ്മൾ പഠിച്ചു. യേശുക്രിസ്തുവിന്റെ ഉയർത്തുന്നതിന് ശേഷം കൃത്യം 50ാം ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്ത ദൈവസഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന പ്രക്രിയയുടെ ആത്മീയ പൊരുളുകൾ നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇനി ആവർത്തിക്കുന്നില്ല. കേൾക്കാതിരുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ലേവ്യാകമം 23ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കണം. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. മുഴുവൻ വായിച്ചത് ലേവ്യാകമം 23ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വേദഭാഗം. Leviticus chapter 23 verse 23 to 25. Then the Lord spoke to Moses saying, Speak to the children of Israel, saying, In the 7th month, on the 1st day of the month, you shall have a Sabbath rest, a memorial of blowing of trumpets, a holy convocation. You shall do no customary work or meat, and you shall offer an offering made by fire to the Lord. ലേവ്യാകമം 23ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വേദഭാഗം നമ്മൾ വായിച്ചു. ഞാൻ അതിന്റെ ആത്മീക അർത്ഥം എന്താണ് എന്നുള്ളത് വേഗത്തിൽ പറയാം. നിങ്ങളുടെ ശ്രദ്ധപൂർവമായി കേൾക്കുക.
നാലാമത്തെ പെരുന്നാൾ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് അഞ്ചാമത്തെ പെരുന്നാളാണ് കാഹളധ്വനി പെരുന്നാൾ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യം, ഞാൻ പറഞ്ഞ ആദ്യത്തെ 4 പെരുന്നാളിന്റെയും നിവർത്തി നടന്നു കഴിഞ്ഞു. ബാക്കി 3 പെരുന്നാളിന്റെയും നിവർത്തി നടന്നിട്ടില്ല. ഇസ്രായേൽ ആചരിക്കുന്നു എങ്കിലും അതിന്റെ ആത്മീക നിവർത്തി വന്നിട്ടില്ല. അഞ്ചാമത്തെ പെരുന്നാളാണ് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും അതിമഹത്തായ ദൈവപ്രവൃത്തി. നമുക്ക് വായിച്ചു. അതെങ്ങനെയാണ് 23-ാം വാക്യം തുടങ്ങുന്നത്? എന്താണ്? ഞാൻ നിങ്ങളെ ആ വാക്യത്തിൽ കൊണ്ടുവരും. എനിക്ക് നിശ്ചയമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുണ്ടായി ഞാൻ വായിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് 7-ാം മാസം 1-ാം തീയതി. ആ ദിവസം നിങ്ങൾ മറക്കരുത്. 7-ാം മാസം 1-ാം തീയതി. കാരണം അടുത്ത പെരുന്നാൾ പഠിക്കാൻ പോകുന്ന 7-ാം മാസം 10-ാം തീയതി. അതുകൊണ്ടാണ്. അപ്പൊ ഈ മാസമൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മറക്കരുത്. ഓക്കെ. അപ്പൊ 7-ാം മാസം 1-ാം തീയതി എന്ത് വേണമെന്ന് അവിടെ മനുഷ്യ ദൈവം പറഞ്ഞത്? നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക, നിങ്ങളുടെ മനസ്സിൽ പോകാതിരിക്കാനാണ്. എന്തുണ്ടാകണമെന്ന? മതി. 2-3 കാര്യം പറഞ്ഞു. ഒന്ന്, കാഹളധ്വനിയുടെ ജ്ഞാപകം ഉണ്ടാകണം, വിശുദ്ധ സഭായം ഉണ്ടാകണം. അതൊരു എന്തോ സ്വസ്ഥത ശബത്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. കാഹളധ്വനിയുടെ പെരുന്നാൾ എന്ന വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. ഞാൻ മുമ്പും പറഞ്ഞു, നമുക്ക് ഞായറാഴ്ച ആരാധനയല്ല, വിശുദ്ധ സഭായോഗമാണുള്ളത്. അവിടെ പറഞ്ഞു ചിരിച്ച് ഇപ്പൊ മോഡേൺ സ്റ്റൈലൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് സൺഡേ ഇല്ല, നമുക്കിത് വർഷിപ്പ് ഉണ്ടല്ലോ. നോ, സൺഡേ നമുക്ക് വർഷിപ്പ് അല്ല, വിശുദ്ധ സഭായോഗമാണ്. മറക്കരുതേ. ഞാൻ എന്റെ കാരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വർഷിപ്പ് ആരാധന രാവിലെ 9:30 മുതൽ 12 വരെ അല്ല, 10 മുതൽ 1 മണി വരെയുമല്ല. വർഷിപ്പ് അഥവാ ആരാധന, that is up to the last breath of your life. അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ആരാധന. മനസ്സിലായോ? അല്ല ഞായറാഴ്ച 10 മുതൽ 12 വരെ 1 മണി വരെ ഹോളിനകത്ത് കാണിക്കുന്ന പ്രകടനമല്ല ആരാധന. ജീവിതം മുഴുവനും ആരാധനയാണ്. Praise the Lord. ജീവിതം മുഴുവനും ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സമ്മേളനത്തിന്റെ പേരാണ് വിശുദ്ധ സഭായോഗം. മനസ്സിലായോ? ജീവിതം മുഴുവനും ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടിയിരുന്നാൽ അവിടുത്തെ ആ യോഗത്തിന്റെ അന്തരീക്ഷം നിങ്ങൾ മനസ്സുകൊണ്ട് ഓർത്തി. എനിക്ക് പറഞ്ഞിട്ടില്ലയോ? ജീവിതം മുഴുവനും ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയുടെ അന്തരീക്ഷം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കി. അവിടെ ആരോടെങ്കിലും സ്തോത്രം പറയാനായിട്ട് പറയണം, അവിടെ ആരോടെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് പറയണം, അവിടെ ആരോടെങ്കിലും കൈയൊത്ത് 2 ഹല്ലേലൂയ പറയാനായിട്ട് പറയണം. ഒന്നും വേണ്ട. വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണല്ലോ. സ്തോത്രം പറയാനും പാടാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനും ഹല്ലേലൂയ പറയാനും പ്രബോധനം പറയാൻ വേണ്ടി തന്നെയാണ് ഈ വരുന്നത്. കേട്ടോ? ജീവിതം മുഴുവൻ ആരാധനയാക്കി മാറ്റി വിശുദ്ധന്മാർ ഇങ്ങനെയുള്ളവരുടെ ഒരുമിച്ച് ചേർന്നിരുന്നാൽ ആ ആത്മീയ അന്തരീക്ഷം എത്ര ശ്രേഷ്ഠമാണ്. Praise the Lord. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ കാഹളജ്ഞാപകത്തിന്റെ പെരുന്നാളാണ് 5-ാമത്തെ പെരുന്നാൾ. നിങ്ങളുടെ കൂടെ വരണേ. അത് 7-ാം മാസം 1-ാം തീയതി ദേശത്തെല്ലായിടവും കാഹളം മുഴക്കണം. ഇസ്രായേൽ ദേശത്ത് എല്ലായിടത്തും കാഹളം മുഴക്കി. ആ കാഹളത്തിന് ഹീബ്രു പറഞ്ഞ പേരാണ് ഷോഫർ എന്നാണ്. ഷോഫർ ഷോഫർ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം കാഹളം. മറക്കരുത്. പദങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഷോഫർ എന്ന പദത്തിന്റെ അർത്ഥം കാഹളം എന്നാണ്. അതിവിടെ ഈ ബാൻഡ് മേളക്കാരെ ഇരിക്കുന്ന സൈറ്റ് സാധനമൊന്നും അല്ലേ? അത് ചിന്തിക്കരുത്. കാഹളത്തിന്റെ പിക്ചർ കേട്ടിട്ട് എപ്പോഴും ഞാൻ കാണിക്കും.
അപ്പോൾ ആ കാഹളധ്വനി പെരുന്നാൾ, അതാണ് അഞ്ചാമത്തെ പെരുന്നാൾ. റോഷ് ഹഷാന, അതാണ് ഹീബ്രു. റോഷ് ഹഷാന, റോഷ് ഹഷാന, അതാണ് ഹീബ്രു അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മടങ്ങി വരാം. ദേശത്തെല്ലായിടവും ഈ കാഹളം മുഴക്കി ആ യഹൂദ ജനത എവിടെല്ലാം ഉണ്ട് എല്ലാവരും കേൾക്കണം. അവരെ കാഹളം ഊതി ദൈവാലയത്തിലേക്ക് വിളിച്ചടിപ്പിക്കുകയാണ് അന്നേ ദിവസം ചെയ്യുക, ശബത്തിലേക്ക് മടങ്ങി വരാൻ. മനസ്സിലാകുന്നുണ്ടോ? അതൊരു റെസ്റ്റാണ്, പബ്ലിക് ഹോളിഡേയാണ്. 7-ാം മാസം 1-ാം തീയതി. പറക്കരുത്, അന്ന് അവർക്കൊരു പുതിയ കലണ്ടറും ആരംഭിക്കുക സ്പിരിച്വലി. ഞാനൊക്കെ പിന്നെ പറയാം. കാരണം നിങ്ങൾക്ക് സംശയം തോന്നുന്നു, പാസ്റ്ററൊക്കെ പറഞ്ഞ ആദ്യ മാസമാണ് യഹൂദയിൽ 1-ാമത്തെ മാസം. ഇപ്പൊ ഇതിന് ഇത് പറയാൻ കാരണം ചോദിക്കും. അതിനർത്ഥം വേറെ പിന്നെ പറയാം, നമ്മൾ ചെന്ന് പഠിക്കണം. അപ്പോൾ അടുത്ത കാഹളധ്വനി പെരുന്നാൾ. ആ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടണം. ഞാൻ നേരിട്ട് തന്നെ സമയം പോലും വേഗം പറയാം. ഞാൻ പറഞ്ഞു 4 പെരുന്നാളിന്റെയും ആദ്യ പൊരുൾ കഴിഞ്ഞു. പെസഹ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, പുളിപ്പില്ലാത്തപ്പോൾ യേശു ക്രിസ്തുവിന്റെ അടക്കം, ആദ്യവലക്കറ്റയുടെ പെരുന്നാൾ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്, വാരോത്സവം അഥവാ പെന്തക്കോസ്ത് പെരുന്നാൾ, അതും അതിന്റെ നിവർത്തി നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത നടക്കാൻ പോകുന്ന പെരുന്നാൾ 5-ാമത്തെ പെരുന്നാളാണ് കാഹളധ്വനി പെരുന്നാൾ. We are waiting for that. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. 5-ാമത്തെ പെരുന്നാളിന്റെ പൊരുൾ താമസമിനം നടക്കും. അതാണ് തെസ്സലോനിക്കർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കണ്ടോ? നമ്മൾ കാത്തിരിക്കുന്ന ആ അടുത്ത പെരുന്നാൾ വേണ്ടിയിട്ട. ആ പെരുന്നാളിന്റെ പേരെന്താണ്? കാഹളധ്വനി പെരുന്നാൾ. ഓക്കെ, ഞാൻ ഈ കാഹളധ്വനിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു പോകേണ്ടതാണ്. ഞാൻ നിങ്ങൾ പെട്ടെന്ന് ആ പുള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആഘോഷം അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സമയം അനുവദിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിർത്തി പ്രാർത്ഥിപ്പിക്കാന്ന് മനസ്സിലിച്ചോളാം. ഈ കാഹളം അതുണ്ടാക്കുന്ന വിധം, പ്രയോഗിക്കേണ്ട രീതികൾ ഒക്കെ നമ്മൾ അറിയണേ. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വേദോടിക്കണം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 10 1 onwards. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ച്. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. അടിപ്പ് പണിയായിട്ട് അത് ഉണ്ടാക്കണം. സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കാൻ ഉതകണം. അവ ഊതുമ്പോൾ അവ ഊതുമ്പോൾ സഭ മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ വന്നുകൂടണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേൽ പ്രമുഖന്മാർ വന്നുകൂടണം. അടുത്തത് എന്തോ മൈക്കിനകത്തൊന്ന് വായിക്കാമോ? നിങ്ങൾ അങ്ങോട്ട് തെറ്റിട്ടില്ല, വാക്യം കറക്റ്റാണ്. ഏത് ധ്വനിയ? ഗംഭീര ധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ പുറപ്പെടുകയെ ശ്രദ്ധിച്ച് ബാക്കി ഞാൻ പറഞ്ഞോളാം. ഭാഗം ഇവിടെ പിടി കിട്ടിയല്ലോ. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ നിശ്ചയമായി വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. മയക്കം വരുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ വായിക്കുക, ഇല്ലെങ്കിൽ മയങ്ങി കഴിഞ്ഞിട്ടാണ് വായിക്കണം. വായിക്കുമ്പോൾ മയങ്ങരുത്. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നു. ഒന്നെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് മയക്കം വരുന്നില്ലെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ മയങ്ങി കഴിഞ്ഞ് വായിക്കുക. ഒരു കാരണവശാലും മയങ്ങിക്കൊണ്ട് വായിക്കരുത്, അല്ലെങ്കിൽ വായിക്കും മയങ്ങുകയും ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അത് മുന്നോട്ട് നീങ്ങാം. ശ്രദ്ധിക്കും. അപ്പോൾ ആ ഇസ്രായേലിലെ പാളയങ്ങളുടെ പുറപ്പാടുകൾക്കായി കാഹളം ഉണ്ടാക്കണമെന്ന് മോശയോട് ദൈവം പറഞ്ഞു. ശ്രദ്ധിക്കണേ,
വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി കാഹളം ഉണ്ടാക്കണം. നമുക്കിത് 2 സെഷനാണ് തീർക്കാനേ പറ്റുള്ളൂ. ഞാൻ വെറുതെ പോയാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. വെള്ളി കൊണ്ട് അടിപ്പ് പണിയായിട്ട് കാഹളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളി കഷണം എടുത്തിട്ട് അത് തീയിൽ വെച്ച് നന്നായി പഴുപ്പിച്ചതിന് ശേഷം അടിച്ച് രൂപപ്പെടുത്തി വേണം കാഹളം ഉണ്ടാക്കാൻ. ഇതിനിടയ്ക്ക് ഒന്നും ചോദിച്ചില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ വെള്ളി കഷണത്തിൽ നിന്നാണ് ഇത് ഈ കാഹളം ഉണ്ടാക്കുന്നത്. ശ്രദ്ധിച്ചേ. ഈ കാഹളം ഉണ്ടാക്കുന്നത് ഒറ്റ വെള്ളി കഷണം അടിച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കുക. അല്ലാതെ പല പീസായിട്ട് ഉണ്ടാക്കിയതിനു ശേഷം തമ്മിൽ നമുക്ക് പിച്ച് കയറ്റിട്ട് ഒച്ച കേട്ടാ പോലെ. ഇപ്പൊ അവൻ അതിൽ ഒച്ച മതിയല്ലോ. അങ്ങനെ ഒച്ച കേൾക്കാൻ ഏത് രൂപത്തിൽ, സൗണ്ട് കേൾക്കാൻ വേണ്ടി ഏത് രൂപത്തിലും കാഹളം ഉണ്ടാക്കാൻ ഒഴിയല്ല. ഒരൊറ്റ വെള്ളി കഷണം അടിച്ചു രൂപപ്പെടുത്തി കാഹളം ഉണ്ടാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അതെല്ലാവരും പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സമാഗമന കൂടാരത്തിന്റെ പണിയും അനന്തര കാര്യങ്ങൾ ചെയ്യാൻ ജ്ഞാനാത്മാവിനാൽ നിറഞ്ഞവരായ ബെസലേലിനെയും ഒഹോലിയാവിനെയും തെരഞ്ഞെടുത്തു. കേട്ടോ? ബെസലേലും ഒഹോലിയാവും. ശ്രദ്ധിക്കണേ. യഹൂദ ഗോത്രത്തിൽ നിന്ന് ബെസലേലും ദാൻ ഗോത്രത്തിൽ നിന്ന് ഒഹോലിയാവിനെയും തെരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണം. ബെസലേൽ ഏത് ഗോത്രം? യഹൂദ ഗോത്രം. ഒഹോലിയാവ് ഏത് ഗോത്രം? ദാൻ ഗോത്രം. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, ഞാൻ തന്നെ പറഞ്ഞുതരാം. എനിക്കറിയാം നിങ്ങൾക്ക് പിടികിട്ടില്ല. ഈ 12 ഗോത്രത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഗോത്രം ഏതാണ്? യഹൂദ. അവരാണ് ഏറ്റവും തലമൂർത്തികളാണ്. ഏറ്റവും താഴെ നിൽക്കുന്ന ഗോത്രം ഏതാണ്? ദാൻ ഗോത്രം. ദാൻ ഗോത്രക്കാരാണ് ഏറ്റവും താഴെ നിൽക്കുന്നത്. അവിടെ ആരെ തെരഞ്ഞെടുത്തു? ഒഹോലിയാവിനെ തെരഞ്ഞെടുത്തു. ഏറ്റവും ടോപ്പിൽ ആരെ തെരഞ്ഞെടുത്തു? ബെസലേലിനെ തെരഞ്ഞെടുത്തു. നിങ്ങൾക്ക് വല്ല പിടി കിട്ടിയോ? തമ്പുരാൻ പണിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ ഒരുപോലെയാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. തമ്പുരാന്റെ പണിക്കകത്ത് വലിപ്പം ചെറുപ്പം ഇല്ലെന്നർത്ഥം. സ്തോത്രം. പണമുള്ളവരോട് അല്പം കൂടുതൽ സ്നേഹവും പണമില്ലാത്തവരോട് ഇച്ചീച്ചി നോ. ഇതൊക്കെ പറഞ്ഞ എന്നെ IPC നിർത്തും. കുമ്മനാട്ട് എന്നെ എങ്ങനെ നിർത്താൻ? ചുമ്മാ തന്നെ എന്നെ പോകും. ദൈവത്തിന്റെ പണിക്കകത്ത് അത് നടക്കുകയില്ല. പണമുള്ളവനും ഇല്ലാത്തവനെയും ദൈവം വിളിക്കുമ്പോൾ ഒരുപോലെ വിളിച്ചിറക്കി. രണ്ടുപേർക്കും ഒരുപോലെ ജ്ഞാനാത്മാവിനെ കൊടുത്തു. അവർ രണ്ടും കൂടെ പണിയില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ദൈവം ഏൽപ്പിക്കാത്ത ഇല്ലാത്ത പണി ചെയ്യാൻ പോകും. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഏൽപ്പിച്ചാൽ ആ പണി ചെയ്തു കൊടുക്കുകയും ഇടയ്ക്ക് കയറുന്നേ. പണ്ട് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. ഞങ്ങൾ ആറ്റുംകൂടി പണിയും. പുള്ളിക്ക് ഇടത്തെ കൈയാണ് വശം. അപ്പൊ ഈ ആറ്റുംകൂട് പണിയാനുള്ള കമ്പും കഴയെല്ലാം കൊണ്ടുവന്നിട്ട് ആ അളവെല്ലാം എടുത്ത് പുള്ളി അതേ ലെവലിൽ മാർക്ക് ചെയ്ത ശേഷം വെട്ടി. ഈ ഇടത്തേക്കും കൊണ്ട് വെട്ടല്ലേ. ഈ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു വെട്ടും ഇപ്പോഴത്തെ മാറിക്കൊണ്ട് അപ്പൊ അത് കൃത്യമാക്കാൻ പുള്ളി ഒന്നോടെ വെട്ടി. അപ്പൊ അത് കുറച്ച് മുമ്പ് കയറും. ഏതല്ല ഉള്ള പുള്ളി അത് ലെവൽ ചെയ്ത് കമ്പെല്ലാം വിട്ട് റെഡിയാക്കി വന്നപ്പോൾ കോഴിക്കോട് പോലെ പ്ലാൻ ചെയ്ത ആട്ടിൻകൂടിനാണെങ്കിലും പണിത് വന്നപ്പോൾ കോഴിക്കോടിന്റെ വലിപ്പമേ ഉള്ളൂ. അതിനകത്ത് എങ്ങനെ ആടിനെ നിർത്തും? ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്യാൻ അത് അറിയാവുന്ന ആളെ ഏൽപ്പിച്ച ഈ കുഴപ്പമുണ്ടാവുള്ളൂ. ഇല്ല, നമ്മളത് ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മളത് തൊടാൻ പോകരുത്. എന്നോട് ഇപ്പൊ ആശാരിപ്പണിക്കുള്ളൂ പറഞ്ഞ് ഊരി അടിച്ചില്ല. കാരണം ഊരി പിടിക്കാൻ വലിയ വകുപ്പും എനിക്ക് അറിയത്തില്ല. അത് ആ ഏൽപ്പിച്ചവൻ ചെയ്തോളൂല്ലോ.
മനസ്സിലാക്കുന്നുണ്ടോ? ദൈവസഭയ്ക്കകത്ത് ഇത് തന്നെയാണ്. നിങ്ങൾ ഏൽപ്പിച്ച കാര്യമേ ചെയ്യാവൂ, അല്ലാത്ത പണിക്ക് പോകരുത്. പണ്ട് പക്ഷേ എനിക്ക് ധൂപം കാണിക്കുന്നതുകൊണ്ട് എടുത്ത് വീശി ഓർക്കുന്നുണ്ടോ? പുള്ളി നോക്കിയപ്പോ പുരോഗതി ഈ ധൂപം കുറിച്ച് ചുമ്മാ ഇങ്ങനെ വീശിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടത് വീശാവെന്ന് നോക്കാം. വീശിയത് അവസാനം എന്തോ പറ്റി? തട്ടിപ്പോയത് മാത്രമല്ല, കുറ്റം പിടിക്കുന്ന ആശകൂടാണ് വായിക്കേ. ഞാൻ അടുക്കള ഉപയോഗിച്ചതേ നിങ്ങൾ അങ്ങോട്ട് കുറ്റാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ദൈവം ഏൽപ്പിക്കാത്തവൻ ഈ പണി ചെയ്യരുത്. നമുക്ക് ആഗ്രഹത്തിലേക്ക് വരിക. നമുക്ക് ആഗ്രഹത്തിൽ പറഞ്ഞിട്ട് വേണ്ടേ പെരുന്നാളിന്റെ കാര്യം പറയാൻ. അതിനെ ഞാൻ ഇത്രയും വിശദമാക്കി പറഞ്ഞത് മറക്കരുതേ. കാരണം അപ്പോൾ ബെസലേലും ഹോലിയാവും കൂടെ ചേർന്ന് ഒരൊറ്റ കഷണം വെള്ളി കഷണം എടുത്ത് അടിച്ച് പരത്തി 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 രൂപപ്പെടുത്തി കാഹളം ഉണ്ടാക്കുക. നിങ്ങൾ ആലയത്തിലെ പണി മുഴുവൻ നോക്കണം. എല്ലാം ഈ രൂപത്തിലാണ്. വിളക്ക് പണിതപ്പോഴും മേശ പണിതപ്പോഴും ഒറ്റ കഷണത്തിൽ നീ ഉണ്ടാക്കുന്നു. അതിനറിയോ, ഈ തമ്പുരാന്റെ പണിക്ക് അതിന് ഏച്ചി വെച്ചുള്ള പണി ഇല്ലാതാണ്. മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സ്വോത്രം. മാത്രമല്ല ഏച്ചി വെച്ചുള്ള പണിക്ക് പോവുകയും ചെയ്യൂ. ഞാൻ പറയുമ്പോ പറയുള്ളൂ, ബാക്കി ഞാൻ പിന്നെ തരുമ്പോ പോലെ പറയാം. മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുള്ളൂ, മനസ്സിലാക്കുന്നുണ്ടല്ലോ? വെരി ഗുഡ്. സ്വോത്രം പറഞ്ഞതിൽ അവൻ മര്യാദ കാണിച്ചാൽ മതി. ഇപ്പൊ കേൾക്കുന്നുള്ളത് എനിക്ക് പിടികിട്ടും. അതിനാ ഞാൻ മടങ്ങി എടുക്കും. അപ്പോൾ അങ്ങനെ ഈ വെള്ളി കൊണ്ട് അടിപ്പുപണിയായി കാഹളം ഉണ്ടാക്കി. പത്താമത്തെ നമ്മൾ കണ്ടു. ഒന്നാമത്തെ കാഹളം ഊതുമ്പോൾ ഇസ്രായേലിലെ സർവ്വസഭയും ജനങ്ങൾ മുഴുവൻ സമാധാന കൂടാരത്തിന്റെ വാതിൽക്ക് പറഞ്ഞു. നല്ല ശ്രദ്ധിക്കണേ. ഞാൻ ആ സമാധാന കൂടാരത്തിന്റെ ഫ്ലെക്സിന്റെ എടുക്കുന്നു പറഞ്ഞു. ഓക്കെ, ഇത് വേറെ ദിവസമില്ലാതെ നിങ്ങൾ എന്റെ കൂടെ വന്ന് ഞാൻ ഈ പറഞ്ഞ അതുപോലെ കേട്ടെങ്കിലും പിടി കിട്ടുള്ളേ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ് സ്തോത്രം പറയാതെ, ഹല്ലേലൂയ പറയാതെ, അന്യഭാഷ പറയാതെ സമാധാനത്തോടെ പറയാൻ കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായി കേട്ട് ഗ്രഹിക്കണം. ഞാൻ ആത്മാവിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോടുണ്ടല്ലോ ബിജു തോമസം ഗ്രഹിക്കൊണ്ട്. ഓക്കെ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വരികയാണ്. 10-15 ലക്ഷം ആൾക്കാർ വരികയാണേ. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിയണം. പുറപ്പാട് 25-8 വാക്യത്തിൽ എടുക്കണം എന്നെ പറഞ്ഞു. അങ്ങനെ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു. ആ പർവ്വതത്തിൽ വെച്ച് ദൈവത്തിന് വസിക്കാനുള്ള ആലയത്തിന്റെ പാറ്റേൺ മാതൃക കാണിച്ചു. എന്നിട്ട് മോശയുടെ നിർദ്ദേശാനുസരണം ദൈവം തെരഞ്ഞെടുത്ത ബെസലേലിനെ ഹോലിയാവുകയും ദൈവം ജ്ഞാനാത്മാവിനെ നിറച്ച് അവരാണ് ഈ ആലയത്തിന് പണി മുഴുവൻ ചെയ്തത്. ഇനി എന്നെ ശ്രദ്ധിക്കണേ. ഞാൻ നമുക്ക് മാതമനുസരിച്ച് പഠിക്കുന്ന കുഴപ്പമൊന്നുമില്ലോ. പരീക്ഷ എഴുതി പാസ്സാകാനായിട്ടൊന്നുമല്ല. ഇന്നത് അറിഞ്ഞിരിക്കും നല്ലതാണേ. അപ്പോൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആലയം എന്ന സമാഗമന കൂടാരം. ആ കൂടാരത്തിന്റെ പണി ശ്രദ്ധിക്കണം. 100 മുഴം നീളം. നീളം എത്ര ഉണ്ട്? 100 മുഴം. അറിയാമല്ലോ, പിന്നെ എഴുതാൻ തന്നെ. 100 മുഴം നീളം, 50 മുഴം വീതി, 5 മുഴം ഉയരം. 1 മുഴം എന്ന് പറഞ്ഞാൽ 1.5 അടിയാണ്. അപ്പൊ 100 മുഴം എന്ന് പറഞ്ഞാൽ എത്രയോടെ നിങ്ങൾ കൂട്ടിക്കും? 50 മുഴം വീതി. നമ്മുടെ ഈ കോളം ഇത് 100 മുഴം കണക്കാക്കുക. ഈ വീതി 50 മുഴം, ഉയരം 5 മുഴം, അഥവാ 7.5 അടി. എത്രയുണ്ട്? 7 അടിയാണ് ഇതിന്റെ ഹൈറ്റ്. നമുക്ക് ഈ സഭായത്തിന് വേറെ വലിയ മെസ്സേജ് ഒക്കെ ആണെങ്കിൽ അത് അവർക്കുള്ള സുഖമല്ലേ? മറ്റേ പുള്ളിയെ ഓടിച്ചു വിടുകയും 2 ബന്ധം അടിക്കുകയും ചവിട്ടും ബഹളവും ഒക്കെ ആണെങ്കിൽ ആ മെസ്സേജ് വേണോ? ഇത് തന്നെ വേണോ? ഇത് തന്നെ മതി. അല്ലെങ്കിൽ കഴിഞ്ഞ് നിങ്ങൾ എന്നോട് മുഖം കറപ്പിക്കരുത്. അതിന് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാണുള്ള വഴിമാർക്കായി പറയണം. ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കാനുള്ള പ്രശ്നം ഞാൻ പറയത്തില്ല. ഓർക്കണം, ഇവിടുത്തെ കാര്യം നടക്കും നടക്കാൻ ഞാൻ നടത്താൻ ഒരാൾ പറഞ്ഞ് എനിക്കത്തെ ഉറപ്പില്ലാത്തത്. നിങ്ങൾ നോക്കിയ ഈ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി. എനിക്ക് ദൈവത്തിന്റെ അസിസ്റ്റ് ഇപ്പോഴും ആളുകൾ കിട്ടുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്കും എല്ലാ ദിവസവും ഓരോ ഇടങ്ങഴി വീതം മഞ്ഞ. അത്ര ആൾക്കാർക്കുള്ള വെള്ളം,
ആഹാരം പാകം ചെയ്യാനുള്ള വിറക്, ഇവരുടെ മറ്റ് സാനിറ്ററി മറ്റ് കാര്യങ്ങൾ, സിസ്റ്റംസ്, ഇവിടെ താമസം, ഈ മരുഭൂമി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണ ഇവിടെ ഊണുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്റെ ദൈവമേ അങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ നമ്മളെ പറയണം. ഇതെല്ലാം അങ്കലാപ്പാ. കൃത്യമായി എന്ത് നോക്കിയിട്ട് ഓർഡർ കൊടുത്താൽ നമുക്കൊരു ചിന്തയാ, തികയോ ഇല്ലയോ, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഈ അതിന്റെ പറഞ്ഞിരിക്കണേ, നമ്മൾ ഒന്നുകൂടെ നോക്കി യോഗം നടത്തുന്ന കഴിഞ്ഞ് ഒന്നുകൂടെ എത്ര പേരുണ്ട്, വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, കൊടുത്താൽ തികയുമോ? ആ അങ്കലാപ്പിലല്ലേ? ഞാനെന്ത് ഓർക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഓരോ ഇടങ്ങളിലും മറ്റ കണക്കിൽ തെറ്റാതെ കൃത്യമായി പൊളിച്ചിട്ട് കൊടുത്താൽ തമിഴന്റെ ഭണ്ണാരത്തിൽ പേര് അത് ഒരു ദിവസം, ഒറ്റ ദിവസം കൊടുത്താൽ മതിയോ? ഒരാഴ്ച കൊടുക്കാൻ പറ്റുമോ? ഒരു മാസം കൊടുത്താൽ മതിയോ? ഒറ്റ വർഷം കൊണ്ട് കഴിയുമോ? ഇല്ല, 40 വർഷം. അപ്പൊ തമ്പുരാന്റെ ഭണ്ണാരത്തിൽ വല്ല ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ പിന്നെ ഇങ്ങോട്ട് അരിങ്ങം പോയി എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല, എനിക്കറിയാതിരിക്കുന്ന അങ്ങനെ തന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നു. എന്തിന് വ്യാകുലപ്പെടുന്ന നിന്നെ കൊണ്ട് വല്ലതും നടന്നോ? ഇല്ലല്ലോ. നടത്താമെന്ന് പറഞ്ഞ ഒരാളില്ലേ? ഇല്ലേ? നടത്തിടുന്നു ദൈവമെന്നെ നടത്തിടുന്നു, നാളോറും തൻ കൃപയാലെന്നെ നടത്തിടുന്നു. ഭൗതിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും നരവനെന്നെ. ഭാരമില്ല, ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്താൻ കൊണ്ട് ഒരു ദൈവമുണ്ട്, ഉറയ്ക്കും മടങ്ങില്ലേ. അപ്പൊ ഈ ഇസ്രായേൽ മക്കൾ 100 മുഴം നീളം, 50 മുഴം വീതി, 5 മുഴം ഉയരത്തിൽ നിൽക്കുന്ന ഈ പുറമേ ഉള്ള സമാധാനത്തിന്റെ ചുറ്റുമതിൽ ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ ഹൈറ്റ് 7.5 പോകും. ഇവിടെ 6.7 ഹൈറ്റ്. ഇതിൽ അങ്ങനെ 5 എത്രയോ 5 അത്രേ ഉള്ളൂ, 6 ഇല്ല. നമ്മുടെ ചർച്ചയിൽ ഹൈറ്റ് കൂടുതൽ വിജയിച്ചു തന്നെ അല്ലേ? അത്ര ഹൈറ്റ് 7 ഹൈറ്റോടെ ആരെ ഞാൻ ഏറി കണ്ടിട്ട് പറഞ്ഞത് വെള്ളം കിട്ടിയോ? വെള്ളം കാണുന്നുണ്ടെങ്കിൽ പുറമെ നിന്നാൽ 7 ഹൈറ്റ് ഒന്നും കാണാനൊക്കെ. വല്ലതും കാണണമെങ്കിൽ അകത്ത് വന്നാലേ കാണാനുണ്ട്. പ്ലാൻ പറഞ്ഞ ഒന്നും കിട്ടില്ല. അതാ 7 ഹൈറ്റ്. പ്ലാൻ പറഞ്ഞ് നിൽക്കുന്നവരൊന്നും അനുഭവിക്കാൻ നോക്കുകയല്ല. അകത്ത് വന്നാൽ മാത്രമേ ഇതിന് ശ്രേഷ്ഠത അറിയാൻ പറ്റൂ. അയ്യോ, ചുമ്മാതാണ് 2-3 പിള്ളേര് പറഞ്ഞു ഞാൻ കാലത്ത് കയറി കുഴപ്പമില്ല, വാതിക്കെ കാവൽക്കാരായിട്ട് നിന്നോളാന്ന് പറഞ്ഞു. സൈനികർ യഹോവേ നിവാസം എത്ര മനോഹരം, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാക്കിച്ച് മോഹിച്ചു പോകുന്നു. ഒരു വീണ്ടും ജീവൻ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവിന്റെ ദൈവമായ സൈനികർ യഹോവേ തന്നെ. എന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിരസിച്ചുകൊണ്ടിരിക്കും. വേദം നിന്നുള്ള മനുഷ്യന് ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിലുള്ള പരിപാടികളുണ്ട്. നിന്റെ സ്ഥലത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. കണ്ടോ, മനോഹരത്തെ അനുഭവിച്ചു പോകുന്നില്ല. അവൻ പറയാം ഞാൻ അകത്ത് കുഴപ്പമില്ല, ഞങ്ങൾ വാതിൽ നിന്നോളാം. മനസ്സിലാവുന്നുണ്ടോ? ഈ മനോഹരത്തെ കണ്ട് മാറി നടക്കാൻ നോക്കുകയല്ലോ. ഞങ്ങൾ പാർട്ടിയിലും നിത്യം നിന്റെ ആലയിൽ ഞങ്ങൾ ശക്തര നിന്റെ ശക്തിയ ആ മനോഹരം യാഗേ നിന്റെ ആലയിൽ നമ്മൾ പാടുകയല്ലേ. സ്വോത്രം. ഇത് അനുഭവിക്കുന്നവർ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ 100 ലക്ഷം മടങ്ങി വരുന്നു. നോക്കണേ, ഈ സമാനങ്ങൾ കൂടാത്തതിന് ചുറ്റുമായി ഇസ്രായേൽ ഗോത്രം എത്ര എണ്ണം ഉണ്ട്? സർവോത്തരം 12 എണ്ണം. ശ്രദ്ധിക്കണേ, ഈ 12 ഗോത്രങ്ങളും ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാത്ത ചുറ്റുമായി 4 വശം കിഴക്കും പടിഞ്ഞാറും തെക്കും വശത്തുമായി 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രം പാർക്കുക.
നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ വന്നോ? സമാഗമ കൂടാരം നടുക്ക്, അതിന് ചുറ്റുമായി കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങൾ പാർക്കുന്നു. കിഴക്ക് വശത്ത് യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ ഗോത്രങ്ങൾ, തെക്ക് വശത്ത് രൂബേൻ, ശിമിയോൻ, ഗാദ് ഗോത്രങ്ങൾ, വടക്ക് ദാൻ, ആശേർ, നഫ്താലി ഗോത്രങ്ങൾ, പടിഞ്ഞാറ് വശത്ത് എഫ്രയീം, മനശ്ശെ, ബെന്യാമീൻ ഗോത്രം. 12 ഗോത്രവും ഈ സമാഗമ കൂടാരത്തിന് ചുറ്റുമായി പാർക്കുക. ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ. ഓക്കെ, ഇങ്ങനെ ശ്രദ്ധിക്കണം. അപ്പം ഈ 12 ഗോത്രം കൂടാരം നടുക്കും, ഇതിന് ചുറ്റുമായി 12 ഗോത്രം നിരനിരയായി കൂടാരം അടിച്ചിരിക്കുകയാണ്. അല്ലാതെ തോന്നുന്നുണ്ട് കൂടാരം അടിച്ചിരിക്കാനില്ല. ക്ലിയർ ആകുന്നുണ്ടോ? ഇങ്ങനെ ഈ ടൈൽസിൽ ഇട്ടിരിക്കുന്നത് പോലെ വരി വരിയായിട്ട് ഒരു കൂടാരം അടുത്ത കൂടാരം ഇതിനിടയിൽ കൂടെ ഗ്യാപ്പുണ്ട്. എന്തിനെന്നറിയാമോ? ഈ മോശയോട് കൽപ്പിക്കാനാ പറഞ്ഞെങ്കിൽ കൂടി ആവേശത്തിൽ അടിച്ചു പാറയും വെള്ളം കുതിച്ചാടി. ഈ വെള്ളം എന്തിനറിയാമോ? ഇവരെ കൂടാരത്തിന്റെ വാതിൽ കൂടെ ഒഴുകി വരികയാണ്. അത് പൈപ്പിട്ടിട്ടില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ആവശ്യത്തിന് വെള്ളം അത് കൂടാര വാതിൽ ഒഴുകി വരുന്നു. നമ്മുടെ പ്രത്യേകം പറഞ്ഞില്ല, പാളയം വിശുദ്ധമായിരിക്കണം. ദൈവം സന്ദർശിക്കും, അപ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷനും ആ കൂട്ടത്തിൽ വരും. മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പാളയത്തിന്റെ മധ്യം വസിക്കുന്നതിനാലും സന്ദർശിക്കുന്നതിനാലും നിന്റെ കൂടാരോ പാളയോ വിശുദ്ധമായിരിക്കണം. വെള്ളം കഴിക്കാൻ ചാടിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കൂടാര വാതിൽ കൂടെയാണ് ഈ നീരോടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നല്ലവർ കുടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നീരോടെ പ്രത്യേകത മനസ്സിലായോ? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുക വഴി വെള്ളം പുറകെ പോവുക. നല്ല സ്വന്തം പറയാൻ പോകുന്നില്ലേ? ഈ 40 വർഷം കൊണ്ട് 41 ഇടങ്ങളിൽ കൂടാരം അടിച്ചാണ് ഇസ്രായേലൊക്കെ കനാൻ ദേശത്തേക്ക് പോകുന്നത്. ഇപ്പൊ ഇവിടെ കൂടാരം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിന് മീതെ ദൈവത്തിന്റെ മേഘം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക കൂടം പോലെ. മനസ്സിലാക്കുന്നുണ്ടോ? മേഘം ഇങ്ങനെ നമ്മുടെ ഈ ഹോട്ടൽ മേളത്ത് റൂഫ് നിൽക്കുന്ന പോലെ ഈ മേഘം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക. ആ മേഘത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ മക്കൾ പാർക്കുന്നത്. മേഘം പോകുമ്പോൾ ഇസ്രായേൽ മക്കൾ കൂടാരം അടിക്കും, പോകും. ഇങ്ങനെയാണ് മേഘം എവിടെ നിൽക്കുന്നോ അവിടെ ഒരു ചെയ്യും, കൂടാരം അടിക്കും. ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ പോകുന്നത്. അതിന്റെ മനസ്സിലുണ്ടാക്കണം. നടക്കുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, വെള്ളി കൊണ്ട് അരിപ്പ് പണിയായിട്ട് കാഹളം ഉണ്ടാക്കിക്കും. 1ാമത്തെ കാഹളം പോകുമ്പോൾ സകല ജനവും ചെയ്യണം, സമാഗമത്തിന്റെ വാതിലുകൾ വരണം. 2ാമത്തെ കാഹളം പോകുമ്പോൾ പ്രമുഖന്മാർ ലീഡേഴ്സ് വന്നു കൂടണം. അടുത്ത ശ്രദ്ധിക്കുന്നത്, ഗംഭീരധ്വനിയാണ് മുഴക്കുന്നതെങ്കിൽ കിഴക്കേ പാളകൾ പുറപ്പെടണം. അത് കഴിയുമ്പോൾ തെക്കേ പാളകൾ പുറപ്പെടണം. അത് കഴിഞ്ഞ് വടക്കേ പാളകൾ പുറപ്പെടണം. ഏറ്റവും ഒടുവിലായി പടിഞ്ഞാറുള്ള പാളയങ്ങൾ. ഇങ്ങനെയാണ് പാളയങ്ങളുടെ പുറപ്പാട് എന്ന് പറഞ്ഞാൽ. മേഘം പോകുന്നു, പുറകെ ഓരോരുത്തർ ഇങ്ങനെ അതിന്റെ പുറകെ വരി വരിയായി പോയിക്കൊണ്ടിരിക്കുക. മേഘം അവിടെ നിൽക്കുന്നു, അവിടെ ഒരു കൂടാരം പഠിക്കുക. അങ്ങനെ 40 വർഷം മരുഭൂമി സഞ്ചരിച്ചാണ് വാഗ്ദത്ത കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ പ്രവേശിക്കുന്നത്. ആ പിക്ചർ മനസ്സിൽ വന്നല്ലോ. ഓക്കെ, ഇനി ഇത് രാത്രിയോട് മാത്രമല്ല, വേഗം എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഒരു ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കണേ, എന്താ സംഭവിച്ചതറിയാമോ? മേഘത്തിന്റെ കീഴിൽ മക്കൾ ഇങ്ങനെ പാർക്കുകയല്ലേ. ഓരോരുത്തരും രാവിലെ കിട്ടിയ മന്ന ഇടിച്ച് പൊടിച്ചപ്പമാക്കുന്നു, വിറക് ക്രമീകരിക്കുന്നു, മറ്റവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ ഓരോരുത്തർ അവരോരോ പണി ചെയ്യുമ്പോഴല്ലോ ഈ സമാഗമത്തിന്റെ കിഴക്ക് വശത്ത് ഒറ്റ വാതിലും, പടിഞ്ഞാറ് വശത്തും വാതിലില്ല, തെക്കും വടക്കും വാതിലില്ല. കിഴക്ക് വശം ഒറ്റ വാതിലുള്ള ഏക വാതിൽ. ആ വാതിൽ യേശു ക്രിസ്തുവാണ്. ഞാൻ മുഖാന്തരമല്ല, ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല, ഞാൻ തന്നെ, ഞാൻ വാതിലാകുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നിഴലാണ് ഈ ഏകവാതിൽ. മനസ്സിലാവുന്നുണ്ട്? ഈ വാതിലകത്ത് മാത്രമേ അതിർശത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഒറ്റ വാതിലുള്ളൂ. ഞാൻ അതൊന്നും പറയാനായിട്ടല്ല. ഈ കിഴക്ക് വശത്തെ വാതിലിനോട് ചേർന്ന് ഈ 12 ഗോത്രം അവരുടെ കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ ഈ വാതിലോട് ചേർന്ന് ഒരു കൂടാരം കാണാം. ഇതിലൊന്നും പെടാതെ വേറിട്ട് നിൽക്കുന്ന ഒരു കൂടാരം. അത് മോശയുടെയും അഹരോന്റെയും കൂടാരം. മനസ്സിലാക്കുന്നുണ്ടോ? അത് കൂടുതലറിയാം. ഈ ദേവാലയത്തിന്റെ വാതിൽക്കൽ തന്നെ മോശയുടെ അഹരോന്റെ കൂടാരം. ദൈവം പറഞ്ഞിരിക്കുന്നതാണ്,
അപ്പൊ ഗുണം എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് ഈ വാതിൽമറ നീക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? കേട്ടോ, ദേവാലയത്തിന്റെ അകത്ത് അങ്ങേ അച്ഛൻ വരെയുള്ള രംഗം കണ്ടുകൊണ്ടാണ് മോശയുടെ അവരുടെ ദിവസം തുടങ്ങുന്നത്. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നോ പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ തേജസ് കണ്ട്, മഹത്വം കണ്ട് ദൈവത്തെ വാഴ്ത്തണം. ദൈവ തേജസ് കണ്ട് വേണം ഒരു ദിവസം തുടങ്ങാൻ. പണ്ടൊക്കെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ അങ്ങനെയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഈ പാട്ടൊക്കെ പാടും. എന്നോഴി തൂകുന്നതിന്റെ പൊന്മോഹം കാണാൻ. കണ്ടോ, ആ പാട്ടൊക്കെ പാടുള്ളൊരു സന്തോഷമല്ലേ? അത് രാവിലെ ഉണർന്നിടുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അത് രാവിലെ ഉണർന്നിടുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തെറ്റു വരാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണം. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാ അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമുണ്ട്. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ നാലായാമത്തിൽ ഉണർന്നവർ മോദാമോടെ വാഴ്ത്തുന്നേ. നാലായാമത്തിൽ ഉണർന്നവർ മോദാമോടെ വാഴ്ത്തുന്നേ. സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് പ്രകാശിക്കുന്നോനെ അങ്ങനെ സ്തുതിക്കണം. എന്തായാലും കാരണം ഇങ്ങനെ കുളിച്ചിരിക്കുക, രാവിലെ എഴുന്നേൽക്കുകയും വേണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതിലൊക്കെ പോകാൻ രാവിലെ നോക്കി എഴുന്നേറ്റുന്നത് ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത് ധ്യാനം പിന്നെ പെട്ടെന്ന് ഉറക്കം വന്നിട്ടാ. ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ചുമ്മാ ചെറുമോന്ന് എഴുന്നേറ്റ് ഫ്രഷായിട്ട് ഞാൻ ചോദിക്കും, നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറോട് സംസാരിക്കുന്നത് ഭയങ്കര ഒരു പഞ്ചായത്ത് മെമ്പറോട് സംസാരിക്കുമ്പോൾ വോട്ടുവായിട്ടും മയങ്ങിരുന്ന് വർത്താനം പറയുള്ളൂ. നിങ്ങളൊരു പോലീസ് ഗ്രേസയോട് സംസാരിക്കും അങ്ങനെ പറയുമോ? ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന് വില്ലേജ് ഓഫീസർ സംസാരിക്കണം, മയങ്ങിരുന്ന് വർത്താനം പറയുമോ? ഒരു കളക്ടറോട് സംസാരിക്കാൻ അവസരം കിട്ടി, നോക്കി നോക്കിയിട്ട് അടുത്ത കസേര കയറുന്നപ്പോഴും ഇരിക്കും. ചെറിയ കുട്ടികൾക്ക് വെളിയിൽ രാജാതി രാജാവും കർത്താതി കർത്താവും സഹോദരി എനിക്ക് വേണ്ടി പ്രാണൻ തന്നോട് വർത്താനം പറയുന്നുണ്ട്. അങ്ങനെയാണോ? അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾവിക്കേളവേ. നല്ല ദേവനേ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ഞാൻ സാധാരണ ഇങ്ങനെ പാട്ട് പാടുന്നത്, ഇങ്ങനെ കൂട്ടി പാട്ട് പാടുന്നത്. പാട്ടിന്റെ എണ്ണം നോക്കരുതേ, സന്തോഷമായിട്ട് പാടില്ല. സന്തോഷമുള്ള പാട്ട് പാടുന്നതാണ് സ്വന്തം മടങ്ങി വരും. അപ്പൊ ഈ സാഹചര്യമെല്ലാം ഉണ്ടല്ലോ, ഈ 12 ഗോത്രവും ഈ കൂടാരത്തിന് ചുറ്റുമായി പാർക്കുമ്പോൾ മോശയുടെ യാത്രകൾ കൂടാരം വ്യത്യസ്തമാണ്. ഈ കൂടാരങ്ങളിൽ പാർക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോരുത്തരും അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം മോശ ഇങ്ങനെ നോക്കി നിൽക്കുക. മോശ കണ്ട എപ്പോഴും മേൽപോട്ടാണ്. അതെന്താ? ഈ മേഘത്തിന് എപ്പോഴും അനക്കം കിട്ടുന്ന ഒരു വീട്. മേഘം എപ്പോഴും അനങ്ങുന്നതെന്ന് ഒരു അറിവില്ല. മോശ കണ്ട് എപ്പോഴും മേലോട്ടാണ്. ജനമെല്ലാം അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ പ്രവർത്തിക്കാതിരിക്കും, അവരെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ മോശയുടെ കണ്ണ് എപ്പോഴും മേലോട്ട് മേഘത്തിൽ തന്നെ പറഞ്ഞു നിൽക്കുക. കാരണം എപ്പോഴും അനക്കൊണ്ടാന്ന് അറിയത്തില്ല.
ഞാൻ പറഞ്ഞല്ലോ, വെള്ളി കൊണ്ട് ഒന്നാമത്തെ കാഹളം സഭ മുഴുവൻ സമാധാനത്തിന്റെ വാതിൽക്കൽ വരണം. രണ്ടാമത്തെ കാഹളം ലീഡേഴ്സ് പ്രമുഖന്മാർ വരണം. ഗംഭീരധ്വനി നീട്ടി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ പുറപ്പെടണം. അങ്ങനെ പാളയങ്ങളുടെ പുറപ്പാടുകൾക്കായി കാഹളം ഊതണം. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഞങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അത് വ്യാപകത നിൽക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മേഘത്തിൽ ചെറിയൊരു അനക്കം. മോശ അത് കണ്ടു. കണ്ട നിമിഷം മോശ വിളിച്ചു പറയും, കുഞ്ഞുങ്ങളെ കൂടാരമൊഴിപ്പി, മേഘം പൊങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മോശ ഉറക്കെ വിളിച്ചു പറയാ, കുഞ്ഞുങ്ങളെ കൂടാരമൊഴിപ്പി, മേഘം പൊങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ പുരോഹിതന്മാർ തങ്ങളുടെ കൈവശമുള്ള ഗംഭീര ധ്വനി എന്ന കാഹളം നീട്ടി ഊതും. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ അവരവർ ഏത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും ശരി, അതൊന്നും അവർ മൈൻഡ് ചെയ്യാതെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഈ കൂടാരനെ വലിച്ചു കെട്ടിരിക്കുന്ന കൂടാരമല്ല, വേഗം ആ കൂടാരത്തിന്റെ കുറ്റിയും കൊളുത്തും കയറുമെല്ലാം അടിച്ചെടുത്ത് മടക്ക് റെഡിയാക്കി തോളിൽ വെച്ചുകൊണ്ട് നേരെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് അവർ യാത്ര പുറപ്പെടും. കാഹള ശബ്ദം കേട്ട മാത്രം മോശ വിളിച്ചു പറയാ, കുഞ്ഞുങ്ങളെ മേഘം പൊങ്ങിയിരിക്കുന്നു, കൂടാരം അഴുകി. ഇത് വിളിച്ചു നേരം കേട്ട മാത്രം തന്നെ പുരോഹിതന്മാർ ഗംഭീരധ്വനിയുള്ള കാഹളം നീട്ടി ഊതും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഓരോരുത്തരും ഏത് പ്രവൃത്തി ചെയ്താൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നൊടിയിടയ്ക്കുള്ളിൽ ഈ കൂടാരത്തിന്റെ കുറ്റി കയറുമെല്ലാം വലിച്ചു പൊട്ടിച്ച് അടിച്ചെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് മേഘത്തിനൊപ്പം യാത്ര പുറപ്പെടുക. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതാണ് ഇനി നടക്കാൻ പോകുന്നത്. കർത്താവ് ഗംഭീര നാമത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളിപ്പോൾ വാഗ്ദത്ത കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ മേഘത്തിന്റെ കീഴിൽ പാർക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമേഷം. പക്ഷെ പേടിക്കണ്ട, കാരണം പകൽ മേഘസ്തംഭം എന്റെ അനുദിനം വഴി നടത്തും. ഞാൻ നിങ്ങൾ ഈ മേഘത്തിന്റെ കീഴിലാണ് ഇപ്പോൾ പാർക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മേഘത്തിന് കീഴിൽ പാർക്കുന്ന താമസമില്ല. മേഘത്തിന് അനക്കമുണ്ടാകും. നമ്മുടെ മീതെ ഇപ്പോൾ കുടപോലെ നിൽക്കുന്ന ദൈവകൃപയുടെ ദൈവരഹസ്യത്തിന്റെ കൃപയുടെ നാളുകളുടെ മേഘം മാറിപ്പോകുമ്പോൾ എന്തോ സംഭവിക്കും? ഒരു കാഹളം മുഴങ്ങും. ആ കാഹളത്തിന്റെ പേരാണ് ഗംഭീരധ്വനി. കണ്ടോ? മോശയുടെ ശബ്ദം കേട്ട് ഈ കാഹളം പുരോഹിതന്മാർ നീട്ടിയുള്ള നിമിഷം തന്നെ within few moments ആ കൂടാരം വലിച്ചു പറിച്ച് തോളിൽ വെച്ചുകൊണ്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. നമ്മുടെ അപ്പച്ചന്മാരും അത് പാടുണ്ട്. മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാ, ഓ മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാ. ഒരിക്കൽ കൂടെ, ആമേൻ മേഘം പൊങ്ങി കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാ. ആശപാശമാകും കുറ്റികൾ മറുത്തുമിക്കണം. ആശപാശമാകും കുറ്റികൾ
താമസം വിന കാരണമുഴങ്ങും മൺമറഞ്ഞ വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. Praise the Lord. മൺമറഞ്ഞ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ നമ്മെ വിട്ട് വാങ്ങിപ്പോയ നെറ്റിൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന എനിക്കും നിങ്ങൾക്ക് രൂപാന്തരം. ഈ ശരീരം മാറി പിന്മയമായി അതാണ് അടുത്ത നടക്കാൻ പോകുന്ന പെരുന്നാൾ. അതാണ് അടുത്ത നടക്കാൻ പോകുന്ന പെരുന്നാൾ. അതാണ് അടുത്ത നടക്കാൻ പോകുന്ന പെരുന്നാൾ. ദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വിശുദ്ധന്മാരെ വിളിച്ച് ചേർത്ത് എന്നോടൊപ്പം ചേർക്കുന്ന പെരുന്നാൾ. പെരുന്നാളിന്റെ ബാക്കിയുള്ള പാട്ട് നമുക്ക് ദിവസങ്ങളിൽ ശാന്തമായി ചിന്തിക്കാം. ദയവായി ഞാൻ ഈ പറഞ്ഞ തിരുവഴുത്തിനെ വായിക്കുകയും ഒന്നും ധ്യാനിക്കുകയൊക്കെ ചെയ്തു